സുഹൃത്തുക്കളെ നമസ്കാരം. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ സർക്കാർ അതീവ ദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പം ഒരു 2 മണിക്കൂർ മുമ്പ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇന്നൊരു സ്ത്രീ പട്ടിണി കിടന്ന് മരിച്ചു. സർക്കാരിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് ഒരു സ്ത്രീ പട്ടിണി കിടന്ന് മരിക്കുന്നത്. അപ്പോൾ ഇവരെ ഒന്നും കാണാതാണ് ഈ സർക്കാർ അതീവ എന്ന് പറഞ്ഞ പേര് പറയാൻ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു. അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതീവ എന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് മരിച്ചു. അവരെ സംരക്ഷിക്കാനായിട്ട് ഈ സർക്കാരിൻ്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ടാണ് ഈ വലിയ വലിയ ആൾക്കാരെ കൊണ്ട്, പട്ടിണിയൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരെ കൊണ്ട് ഈ ഇതിൻ്റെ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. അതുപോലെ ഇതൊക്കെ പരസ്യങ്ങളൊക്കെ കൊടുത്ത്, ഞാൻ പറഞ്ഞില്ലേ പത്രത്തിനകത്ത് ഒരു മുഴുനീള പരസ്യങ്ങളൊക്കെ എല്ലാ പത്രങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ട്, എന്നിട്ട് അവരുടെ മൂക്കിൻ്റെ താഴെ ഒരു സ്ത്രീ പട്ടിണി കിടന്ന് മരിച്ചത് ഒരു പത്രമാധ്യമത്തിൽ കൂടെ ഇന്ന് വെളി വന്നു. ഇവർക്കൊക്കെ നാണമില്ലേ? ഈ നാണമില്ലെന്നുള്ള, ഇവർക്കൊക്കെ മനസാക്ഷിയില്ലേ? നാണം പോട്ടെ, നാണം ഇവർക്കില്ല. ഒരു മനസാക്ഷി എന്ന് പറയുന്നത് ഒരു കാര്യമില്ലേ? ഒരു ഭരണകേന്ദ്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ പട്ടിണി മൂലം മരിച്ചിട്ട് ഇവർ പ്രഖ്യാപിക്കുക ഇവിടെ ദരിദ്രരായിട്ട് ആരുമില്ലെന്ന്. എന്തൊരു വിരോധാഭാസമാണ്! ഇതിനെ ന്യായീകരിക്കാനായിട്ടുള്ള കുറച്ച്, ഇതിനകത്ത് ഇപ്പോൾ അപഹാസ്യനായിട്ടുള്ള ഒരു മന്ത്രി MV രാജേഷാണ്. ഈ രാജേഷ് എന്നൊക്കെ പറയുന്നത്, ഇവർക്കൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുമ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഈ രാജേഷൊക്കെ എന്തിനു വേണ്ടിയിട്ട് ന്യായീകരിക്കും? രാജേഷ്, പിന്നെ രാജീവ്, അങ്ങനെയുള്ള കുറച്ച് മന്ത്രിമാർ ഇവരുടെ കൂടെ ഉണ്ട്. ഇവർക്കൊക്കെ അറിയാം അടുത്ത എന്താ പറയുന്നത്, മരുമോനെ എങ്ങനെങ്കിലും കസേരയിലിരുത്താനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇവരൊക്കെ അതിന് വേണ്ടിയിട്ട്, അതിന് തടയിടാനായിട്ട് ഇവരൊക്കെ ഇച്ചിരൂടെ മുമ്പിൽ കയറ്റി, ഞാൻ രാജാവിനെക്കാട്ടി കൂടുതൽ രാജഭക്തി കാണിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എന്തോ ചെയ്യാനോ, നമ്മുടെ യോഗം ഇത് തന്നെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.